26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഇന്ത്യയിലുടനീളം കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മറ്റൊരു ദുർബല ഘട്ടത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. മധ്യ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇതിനകം മഴ സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലും ഗുജറാത്ത്, കർണാടക, കേരളം, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിലും മഴയുടെ കുറവ് തുടരുകയാണ്. കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഇന്ത്യയിലുടനീളം കാലവർഷം ശക്തിയോടെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ആഴ്ചയിൽ നാടകീയമായ തിരിച്ചുവരവാണ് മഴ നടത്തിയത്. ഇന്ത്യയുടെ മഴക്കുറവ് 23% കുറയുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ ഇപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മറ്റൊരു ദുർബല ഘട്ടത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും പ്രവചനങ്ങളുണ്ട്. മാത്രമല്ല, ജൂലൈ 13 ശേഷം വരൾച്ച ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിലുണ്ട്. ഇത് പടിഞ്ഞാറൻ, വടക്കൻ, മധ്യ, തെക്കൻ ഇന്ത്യയുടെ വലിയ ഭാഗങ്ങളിൽ ജൂലൈ 20 വരെ മഴ കുറയ്ക്കാൻ കാരണമാകുമെന്നും ഭയപ്പെടുന്നുണ്ട്. എന്നാൽ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ മൺസൂൺ വ്യാപകമായി എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ജൂൺ മാസത്തിൽ അസാധാരണമാം വിധം മഴക്കുറവാണ് കണ്ടത്. ഭൂരിഭാഗം സ്ഥലങ്ങളിലും മഴയെത്തിയില്ല. IMD പറയുന്നതനുസരിച്ച് നിലവിൽ മധ്യ വടക്കൻ ഇന്ത്യയെ മൂടുന്ന ഇടതൂർന്ന മേഘ രൂപീകരണങ്ങൾ കാണുന്നുണ്ടെന്നാണ്. ഇത് സജീവമായ കാലവർഷം കൊണ്ടുവരുമെന്നും കണക്കാക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ സജീവമായ മൺസൂണാണ് കാണുന്നതെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും കർഷകർക്കും ആവശ്യമായ രീതിയിൽ തന്നെ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതിനിടയിൽ മധ്യ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുന്നുണ്ട്. കേരളത്തിലടക്കം മിക്ക ജില്ലകളിലും കനത്ത മഴ പെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.